നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജ്യോതിഷപ്രകാരം ഈ 2024 ചില രാശിക്കാർക്ക് വളരെയധികം നല്ലതായിരിക്കും. ചില രാശിക്കാർക്ക് ഈ 2024 സ്വന്തമായി ഒരു വീട് വേണമെന്ന സ്വപ്നം സഫലമാകും. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെയും രാശികളുടെയും നില കണക്കാക്കുന്നതിലൂടെ സ്വന്തമായി ഒരു വീട് പണിയുന്നതിനുള്ള യോഗങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയും. ജ്യോതിഷപ്രകാരം സ്വന്തമായി ഒരു വീട് വാങ്ങാൻ ചൊവ്വ, ശനി, ശുക്രൻ എന്നിവ ശുഭഭാവത്തിൽ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. 4-ാം ഭാവാധിപൻ ചൊവ്വ, ശനി, ശുക്രൻ എന്നിവയാൽ നിറഞ്ഞ ഒരാൾക്ക് സ്വന്തമായി ഒരു വീട് ലഭിക്കും. ചൊവ്വ സ്വത്തിൻ്റെ ഗുണഭോക്താവായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ 2024 സ്വപ്നഭവനം സ്വന്തമാക്കാൻ യോഗമുള്ള ഭാഗ്യരാശികൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് ഈ 2024 ഒരു വലിയ വസ്തു വാങ്ങുന്നതിൽ വിജയിക്കും. ഇവർ സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം അത് സഫലമാകും. ഈ വർഷം മേടം രാശിക്കാർക്ക് ഭൂമി, വസ്തുവകകൾ, പുതിയ വീട് എന്നിവ വാങ്ങാൻ ശക്തമായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ 2024 ഫെബ്രുവരി മുതൽ മാർച്ച് വരെ ഇവർക്ക് നല്ല സമയമാണ്. അതിനുശേഷം ഇവർ കുറച്ചു സമയം കാത്തിരിക്കേണ്ടി വരും. ജൂൺ മുതൽ ജൂലൈ പകുതി വരെ ഒരു സ്ഥാവര വസ്തു വാങ്ങാൻ ഇവർക്ക് ഒരു അവസരം കൂടി ലഭിക്കും. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ഈ 2024 ശനിദേവന്റെ അനുഗ്രഹം ലഭിക്കും. 4-ാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം ഒരു വീട് നിർമ്മിക്കാൻ ഇവരെ സഹായിക്കും. ശനിദേവന്റെ അനുഗ്രഹത്താൽ ഈ വർഷം മുഴുവൻ ഇവർക്ക് ശുഭകരമായ നേട്ടങ്ങളുണ്ടാകും. അതിനാൽ ഇവരൊന്ന് ശ്രമിച്ചാൽ വർഷങ്ങളായുള്ള സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം ഇവർക്ക് നിറവേറ്റാനാകും. ഇവർക്ക് മാർച്ച് മാസം മുതൽ ഏപ്രിൽ മാസം വരെയും ഓഗസ്റ്റ് മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള സമയവും പുതിയ വസ്തു വാങ്ങുന്നതിന് അനുകൂലമായിരിക്കും. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടകക്കൂറിൽ ജനിച്ചവർക്കും ഇനി നല്ല സമയമാണ് വരുന്നത്. പുതിയൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ ദീർഘനാളായി പരിശ്രമിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭം വളരെയധികം നല്ലതായിരിക്കും. ഇവർക്ക് ജനുവരി മുതൽ മാർച്ച് വരെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ വിജയിക്കാൻ കഴിയും. അതിനു പുറമെ ഓഗസ്റ്റ് മാസത്തിലും നവംബറിനും ഡിസംബറിനും ഇടയിലുള്ള സമയത്തും ഏതെങ്കിലും ഒരു വലിയ വസ്തുവിൻ്റെ വാങ്ങൽ വിൽപ്പന വഴി ഇവർക്ക് വലിയ ലാഭം നേടാനാകും. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെയുള്ള ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ഈ 2024 സ്വന്തമായി ഒരു പുതിയ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകും. 2024 ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ ഒരു വലിയ വസ്തു വാങ്ങുന്നതിൽ ഇവർ വിജയിക്കും. ഇതിന് കൂടുതൽ സാധ്യതകളുണ്ട്. അതുപോലെ ഇവർക്ക് ഒരു വസ്തുവിൻ്റെ ക്രയവിക്രയത്തിൽ നിന്നും വൻ ലാഭം നേടാനാകും. ഈ 2024 ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെയുള്ള കാലയളവിൽ ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ശക്തിപ്പെടും. ഈ കാലയളവിൽ ഇവർക്കൊരു വസ്തു നേടാനാകും. അത് ഇവർക്ക് വളരെയധികം ശുഭകരമായിരിക്കും. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർ ഈ 2024 വീട് വാങ്ങുന്നതിനുള്ള ശുഭകരമായ യോഗങ്ങൾ രൂപപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായ രാശികളിൽ ഒന്നാണ്. ഈ ജനുവരി മാസം വസ്തുവിൻ്റെ കാര്യങ്ങളിൽ ഇവർക്ക് ഏറ്റവും മികച്ച അനുഭവങ്ങളായിരിക്കും ലഭിക്കുക. ഈ സമയത്ത് ഒരു വലിയ വസ്തു വാങ്ങുന്നതിൽ ഇവർക്ക് വിജയിക്കാൻ കഴിയും. ഈ അവസരം നഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും കാത്തിരിക്കേണ്ടി വരും. വർഷത്തിൻ്റെ മധ്യത്തിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലും നവംബർ മാസത്തിലും ഇവർക്കൊരു വസ്തു വാങ്ങാനാകും. ബാക്കിയുള്ള സമയങ്ങളിൽ ഒരു വസ്തു വാങ്ങുന്നത് ഇവർക്കത്ര അനുകൂലമായിരിക്കില്ല. പ്രത്യേകിച്ച് മാർച്ച് മാസത്തിനും മെയ് മാസത്തിനും ഇടയിൽ എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ഈ സമയം പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കൂറിൽ ജനിച്ചവർക്ക് ഈ ജനുവരി മാസം വസ്തുവിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ചതായിരിക്കും. ഈ മാസത്തിൽ ഇവർക്കൊരു വലിയ പ്രോപ്പർട്ടി വാങ്ങാനാവും. സർക്കാർ മേഖലയിൽ നിന്നും ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ മാസങ്ങളിൽ ഇവർക്കൊരു പുതിയ വീട് വാങ്ങുന്നതിൽ വിജയം കൈവരിക്കാൻ കഴിയും. ബാക്കിയുള്ള സമയങ്ങളിൽ വസ്തു വാങ്ങുന്നത് അത്ര അനുകൂലമല്ല.
പ്രത്യേകിച്ചും മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ പ്രോപ്പർട്ടി വാങ്ങുന്നത് ഒഴിവാക്കുക. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരക്കൂറിൽ ജനിച്ചവർക്ക് ഈ 2024 ഒരു വീട് വാങ്ങുന്നത് ശുഭകരമാണെന്ന് തെളിയും. ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും ഇത്. പ്രവർത്തന രംഗത്ത് സന്തോഷകരമായ മാറ്റങ്ങൾ പലതുമുണ്ടാകും. ഇവരുടെ കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. സാമ്പത്തികപരമായി ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും. ഇവർക്ക് ഈ ജനുവരി മാസത്തിനും ഏപ്രിൽ മാസത്തിനും ഇടയിൽ സ്ഥലമോ വീടോ വാങ്ങുന്നതിനുള്ള ശുഭയോഗങ്ങൾ രൂപപ്പെടും. പൂർവിക സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇവർക്ക് ഇത് ലഭിച്ചേക്കും. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെയുള്ള മീനക്കൂറിൽ ജനിച്ചവർക്ക് ഈ 2024 പുതിയ വീട് വാങ്ങുന്നതിനുള്ള യോഗങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇവർക്ക് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാവര വസ്തു വാങ്ങാൻ അനുകൂലമായിരിക്കും. വസ്തുവിൻ്റെ ഗുണകാംക്ഷികളായ ചൊവ്വയുടെയും സൂര്യൻ്റെയും ഭാവം കാരണം ഒരു വലിയ വസ്തു വാങ്ങുന്നതിൽ ഇവർ വിജയിക്കും. ജനുവരി, മാർച്ച്, ജൂൺ, ജൂലൈ എന്നീ മാസങ്ങൾ വളരെയധികം അനുകൂലമാണ്. കൂടാതെ ഇവർക്ക് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ പ്രോപ്പർട്ടി ക്രയവിക്രയത്തിന് അത്യപൂർവ സമയമായിരിക്കും. ഈ കാലയളവിൽ വസ്തുവകകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിലൂടെ ഇവർക്ക് ധാരാളം നേട്ടങ്ങൾ ലഭിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.